തിരുവനന്തപുരത്ത് കോടികൾ ചെലവിട്ട് നവീകരിച്ച പൈതൃക കെട്ടിടം തകർന്നു വീണു. അട്ടക്കുളങ്ങര സർക്കാർ സ്കൂൾ കോമ്പൗണ്ടിൽ പ്രവർത്തിച്ചിരുന്ന സമഗ്ര ശിക്ഷ കേരളയുടെ ജില്ലാ പ്രൊജക്ട് ഓഫീസറുടെ കെട്ടിടമാണ് പൂർണ്ണമായും നിലംപൊത്തിയത്. പിണറായി സർക്കാരിന്റെ കാലത്ത് 6 വർഷത്തിനിടെ 2 തവണ നവീകരിച്ച കെട്ടിടമാണിത്. അപകട സമയത്ത് ഓഫീസിനുള്ളിൽ ജീവനക്കാർ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് 5:30 ഓഫീസ് ജീവനക്കാർ മടങ്ങിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു തലസ്ഥാന നഗരിയെ ഞെട്ടിച്ച സംഭവം. അട്ടക്കുളങ്ങര സെൻട്രൽ ഹൈസ്കൂൾ വളപ്പിലെ 125ഓളം വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ പകുതി ഭാഗം വൻ ശബ്ദത്തോടെ മേൽക്കൂര തകർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. 18 ജീവനക്കാരാണ് ഈ ഓഫീസിൽ ജോലി ചെയ്തിരുന്നത്. കെട്ടിടം തകരുന്നതിന് മുൻപ് തന്നെ വിദ്യാർത്ഥികളും ജീവനക്കാരും വീടുകളിലേക്ക് പോയതുകൊണ്ട് മാത്രം വൻ ദുരന്തമൊഴിവായി. അപകടത്തിന് പിന്നാലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും എത്തി തകർന്ന കെട്ടിടത്തിനുള്ളിൽ നിന്ന് ഫയലുകളും മറ്റ് ഓഫീസ് സാമഗ്രികളും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. പിണറായി സർക്കാരിന്റെ കാലത്ത് പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കെട്ടിടമാണിത്. കഴിഞ്ഞ 6 വർഷത്തിനിടെ 2 തവണയാണ് ഈ കെട്ടിടം നവീകരിച്ചത്. 2020 മുഖ്യമന്ത്രിയുടെ തനത് ഫണ്ടിൽ നിന്ന് 1,77,00,000 രൂപ ചെലവഴിച്ചായിരുന്നു ആദ്യ നവീകരണം. പിന്നീട് 2025 വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ പൈതൃക കെട്ടിടം വീണ്ടും നവീകരിച്ചു. 2025 ജൂലൈ 16-നായിരുന്നു ഉദ്ഘാടനം. കോടികൾ ചെലവഴിച്ച് നവീകരണം നടത്തിയിട്ടും 1 വർഷം പൂർത്തിയാകും മുൻപേ കെട്ടിടം തകർന്നതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന ആരോപണം ശക്തമാണ്. സംഭവത്തിൽ സർക്കാരിനോട് അന്വേഷണം ആവശ്യപ്പെടുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ് അറിയിച്ചു. 2020-ലും 2025-ലുമായി ഏകദേശം 3 കോടി രൂപ മുടക്കി പുതുക്കപ്പണിത കെട്ടിടമാണ്. രേഖകളുണ്ട്. ഈ കെട്ടിടത്തിന് കോർപ്പറേഷൻ ഫിറ്റ്നസ് കൊടുത്തതല്ല. ഈ കെട്ടിടത്തിൽ കുട്ടികൾ പഠിക്കുന്നില്ല. ഈ കെട്ടിടത്തിൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഓഫീസും പ്രവർത്തിക്കുന്നില്ല. ഈ കെട്ടിടം വളരെ പഴയതായതുകൊണ്ട് തന്നെ കുട്ടികളെ ഇരുത്താതെ വർഷങ്ങൾ കൊണ്ട് മാറ്റിയിട്ട കെട്ടിടമാണ്. ആ കെട്ടിടത്തിന് എന്തിനാണ് 3 കോടി രൂപ 2 തവണയായിട്ട് ചെലവഴിച്ചത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടത്തണം. കെട്ടിടം തകർന്നു വീണത് വിവാദമായതോടെ മുൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിഷയത്തിൽ അടിയന്തര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടു. ഇതിപ്പോ തകരാറായി പൊളിഞ്ഞു വീണ കെട്ടിടം എന്ന് പറഞ്ഞാൽ SSTയുടെ ഡിസ്ട്രിക്ട് ഓഫീസാണ് പൊളിഞ്ഞു വീണത്. അപ്പോൾ അതിന്റെ കാരണമെന്ന് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തിയാലും നമുക്ക് പറയുന്നതിന് വേണ്ടി മുന്നേ കഴിയുള്ളൂ. ഇങ്ങനെ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ഇത് മൊത്തം ടോട്ടൽ നോക്കിയിട്ടാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. അങ്ങനെ ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടോ, ഒരു നോട്ടപ്രശ്നം സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കെട്ടിടം തകർന്നതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ DDയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.